നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിലുള്ള ഒരു പേടിയാണ്, എനിക്ക് ഓർമ്മക്കുറവുണ്ടോ എന്നുള്ളത്. ഡിമെൻഷ്യ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറെ രോഗികൾ നമ്മുടെ ഒപിയിൽ വരാറുണ്ട്. ഡിമെൻഷ്യയെ തടഞ്ഞു നിർത്താൻ ഒരു പരിധി വരെ നമ്മുടെ ബ്രെയിനിനെ ഹെൽത്തി ആക്കി വെക്കണം. ബ്രെയിൻ എങ്ങനെ ഹെൽത്തി ആക്കി വെക്കാം എന്നുള്ളതിന്റെ ഒരു 5 ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ബ്രെയിൻ എപ്പോഴും ആക്റ്റീവ് ആയിട്ട് വെക്കുക. എൻ ഐഡിൽ ബ്രെയിൻ ഈസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്നാണ് പറയുക. സോ ഓൾവേസ് കീപ് യുവർ ബ്രെയിൻ ആക്റ്റീവ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിച്ചുകൊണ്ടിരിക്കുക. അതൊരു പുതിയ ഭാഷയാകാം, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ആകാം, ചിലപ്പോൾ എഴുത്താകാം, വായനയാകാം, ഒരു പെയിന്റിംഗ് ആവാം. എന്തെങ്കിലും ഒരു പുതിയ സ്കില്ല് ഡെയിലി അല്ലെങ്കിൽ ഒരു മന്ത്ലി വൺസ് അങ്ങനെ ടാർഗറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ പത്രത്തിൽ കാണുന്ന പസിൽസ്, സൊഡൂക്കു അതൊക്കെ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യണതും ബ്രെയിനിന്റെ നെറ്റ്വർക്ക്സ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. രണ്ടാമതാണ് ഡയറ്റ്. നമ്മുടെ ശരീരത്തിന് നമ്മൾ എപ്പോഴും പോഷക മൂല്യമുള്ള ഒരു ആഹാരം കൊടുക്കണം. ഇത്തരത്തിലുള്ള ഡയറ്റിനെയാണ് സാധാരണ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്നത്. അതായത് പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഫിഷ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത ഫുഡ് കഴിക്കുകയാണ് നല്ലത്. മൂന്നാമതായി കറക്റ്റ് ആയിട്ടുള്ള വ്യായാമം. നമ്മുടെ ബ്രെയിനിനെ ആക്റ്റീവായിട്ട് വെക്കുന്ന പോലെ തന്നെ ശരീരത്തിനും റെഗുലർ ആയിട്ടുള്ള വ്യായാമം നൽകണം. കറക്റ്റ് ആയിട്ടുള്ള വ്യായാമം നമ്മൾ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് ആയ ഡോപ്പമിൻ റിലീസ് ചെയ്യും. അത് നമ്മുടെ ബ്രെയിനിനെ ആക്റ്റീവായിട്ട് വെക്കാൻ നല്ലതാണ്. അതോടൊപ്പം തന്നെ എയ്റോബിക് എക്സസൈസസ് ആയ സ്വിമ്മിങ്, ജോഗിങ്, ബ്രിസ്ക് വാക്കിംഗ്, സ്ട്രെങ്തനിങ്, വെയിറ്റ് ട്രെയിനിങ്, അതെല്ലാം ശരീരത്തിനും ബ്രെയിനിനും ഒരുപോലെ അത്യുത്തമമാണ്. നാലാമതായിട്ട് സ്ട്രെസ് ഒഴിവാക്കുക. സ്ട്രെസ് എപ്പോഴും ഡിപ്രഷനിലേക്ക് വഴിതെളിക്കും. സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് ചില ഉപാധികൾ ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും ടേക്ക് ഫ്രീക്വന്റ് ബ്രേക്സ്. നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ കണ്ടെത്താനും ഒരു മീ ടൈമിനും വേണ്ടി എപ്പോഴും ഒരു ലെഷർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മളൊരു സ്വയം സമയം കണ്ടെത്താൻ നമ്മൾ ട്രൈ ചെയ്യണം. എപ്പോഴും ലൈഫ് പ്ലാൻ ചെയ്യുക. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നല്ല, വെൽ പ്ലാൻഡ് ഈസ് ഹാഫ് ഡൺ എന്നാണ് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും ഒരു മ്യൂസിക് തെറാപ്പി, റിലാക്സേഷൻ ആക്ടിവിറ്റീസ് അതിലൊക്കെ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ വൺ ആണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. എപ്പോഴും ഫാമിലിക്ക് വേണ്ടിയും ഫ്രണ്ട്സിന് വേണ്ടിയും നമ്മളൊരു പ്രത്യേക ടൈം നമ്മുടെ ലൈഫിൽ മാറ്റി വെക്കണം. ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് ഒരു സമൂഹ ജീവിയാണ്. അപ്പോൾ സമൂഹത്തിലാണ് മനുഷ്യൻ വളരേണ്ടത്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ കണ്ടും കേട്ടും നമ്മൾ വളരണം. അപ്പോൾ അവർക്ക് വേണ്ടി, അതായത് ഫാമിലിക്ക് വേണ്ടിയും ഫ്രണ്ട്സിന് വേണ്ടിയും പ്രത്യേക സമയം നമ്മൾ നീക്കി വെക്കേണ്ടത് തന്നെയാണ്.